നമ്മളിവിടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വിത്ത് ഗിയർ ആണെന്നുണ്ടെങ്കിൽ എത്ര ഗിയർ മാറി ഓടിക്കാൻ പറ്റുമോ അത്രയും ഗിയർ മാറി ഓടിക്കണം. 4th ഗിയർ വരെ ഓടിക്കണമെന്നാണ്. അപ്പോൾ വണ്ടിയെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഗിയർ. അപ്പോൾ എടുക്കുമ്പോൾ സിഗ്നലൊന്നും ഇല്ല. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അല്പം വേഗത കൂട്ടി ഓടിക്കണം. പിടച്ച് വെട്ടിയൊന്നും ഓടിക്കരുത്. ആക്സിലേറ്റർ കൊടുത്ത് വേണം ഓടിക്കാനുള്ളത്. കണ്ടോ, അപ്പോൾ അതിൽ ഓടിക്കുകയാണ്. ഇനി അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിന് അവിടെ കൊണ്ടുപോയി നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. കണ്ടോ, അവിടെ സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ച് വണ്ടിയെ നിർത്തുകയാണ്. കണ്ടോ, സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ചു, നിർത്തി. അപ്പം റൈറ്റ് സിഗ്നൽ കാണിച്ചു, തിരിച്ച് വരികയാണ്. തിരിച്ച് മാക്സിമം സ്പീഡ് കൂട്ടിയാണ് വരാനുള്ളത്. കണ്ടോ, സ്പീഡ് കൂട്ടി 2nd ഗിയർ, അതുപോലെ ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തി 3rd ഗിയർ, അതുപോലെ സ്പീഡ് വരുത്തി 4th ഗിയർ. ഇങ്ങനെ 4 ഗിയറുകൾ മാറി ഓടിക്കണം. സ്പീഡ് കൂട്ടി വേണം ഓടിക്കാനുള്ളത്. സ്പീഡ് കൂട്ടി ഓടിച്ചിട്ട് അവിടെ എൻഡിൽ കൊണ്ടുപോയി ഒരു പച്ച ബോർഡുണ്ട്, കണ്ട് അവിടെ കൊണ്ടുപോയി സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ച് നിർത്താം. അപ്പോൾ സ്പീഡ് കൂട്ടി വേണം പോകുന്നത്, കയറ്റമാണ്. അല്ലാതെ നിങ്ങൾ വേഗത കുറച്ച് ഹാൻഡിലൊക്കെ വെട്ടിയാണ് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഫെയിലായിപ്പോൾ. അപ്പോൾ നന്നായി ഓടിക്കുന്ന കുട്ടികൾ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുള്ളൂ. അത് ഓർമ്മയിലുണ്ടാവണം. കണ്ട, അവിടെ കൊണ്ട് നിർത്തി. അവിടെ കൊണ്ട് നിർത്തിയിട്ട് അയാൾ സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കണം. എന്നിട്ട് റൈറ്റ് കാണിച്ചിട്ട് ഇനി വണ്ടി അവിടെ തിരിക്കണം. കണ്ട, അവിടെ കാല് ഊന്നി അവിടെ തിരിക്കണം. കണ്ട, തിരിച്ച് വരികയാണ്. കണ്ട, അവിടെ തിരിച്ച് വരികയാണ്. ഇനി തിരിച്ച് വന്ന് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ച് വീണ്ടും വണ്ടിയെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ടെസ്റ്റ് പാസ്സാകും. ഇത് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയറിൻ്റെ പ്രാക്ടീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ച് നിർത്തണം.